എല്ലാവർക്കും നമസ്കാരം, സ്വാഗതം. ഇന്ന് നമ്മൾ നഴ്സിംഗ് റിസർച്ചിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കടമ്പയെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അതെ, ലിറ്ററേച്ചർ റിവ്യൂ. കേൾക്കുമ്പോൾ കുറച്ച് സങ്കീർണമായി തോന്നാമെങ്കിലും ഈ പ്രോസസ്സ് നമുക്ക് വളരെ സിമ്പിളായി ഒന്ന് പൊളിച്ചെടുക്കാം. നിങ്ങളൊരു നഴ്സിംഗ് റിസർച്ച് പ്രോജക്റ്റ് തുടങ്ങാൻ പോവുകയാണെങ്കിൽ എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എന്നൊക്കെ ആലോചിച്ച് ഒരു കൺഫ്യൂഷൻ അടിച്ചിരിക്കാം, അല്ലേ? അത് വളരെ നോർമലാണ്. ശരിയാണ്. നമ്മളൊരു വിഷയം തെരഞ്ഞെടുത്താൽ അതിനെക്കുറിച്ച് മുൻപ് പ്രസിദ്ധീകരിച്ചിട്ടുള്ള ആയിരക്കണക്കിന് പഠനങ്ങൾ കാണുമ്പോൾ അതൊരു വലിയ സമുദ്രം പോലെ മുന്നിൽ കിടക്കുന്നത് കാണാം. ഇതിൽ നിന്നെങ്ങനെ നമുക്ക് വേണ്ടത് കണ്ടുപിടിക്കുമെന്ന് തോന്നിപ്പോകും. പക്ഷേ പേടിക്കേണ്ട, കാരണം എല്ലാ മികച്ച ഗവേഷണങ്ങളും തുടങ്ങുന്നത് ഒരു കൃത്യമായ മാപ്പ് വെച്ചുകൊണ്ടാണ്. ആ മാപ്പ് അല്ലെങ്കിൽ വഴികാട്ടിയാണ് നമ്മുടെ ലിറ്ററേച്ചർ റിവ്യൂ. അപ്പോ എന്താണ് ഈ ലിറ്ററേച്ചർ റിവ്യൂ എന്ന് ചോദിച്ചാൽ, ആർലിൻ ഫിങ് പറഞ്ഞതുപോലെ ഇത് വെറുതെ കുറെ ആർട്ടിക്കിൾസ് വായിച്ച് അതിന്റെ ഒരു സമ്മറി എഴുതുന്ന പരിപാടിയല്ല. മറിച്ച് ഒരു വിഷയത്തെക്കുറിച്ച് നിലവിലുള്ള അറിവുകളെ ഒരു സിസ്റ്റമാറ്റിക്കായി കണ്ടെത്തി അതിനെ വിമർശനാത്മകമായി വിലയിരുത്തുന്നൊരു പ്രോസസ്സാണ്. അതായത് ഓരോ പഠനത്തിന്റെയും നല്ലതും ചീത്തയും നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. എന്തിനാണ് ഈ ലിറ്ററേച്ചർ റിവ്യൂ ഇത്രയ്ക്ക് ഇമ്പോർട്ടന്റ്? കാരണം സിമ്പിളാണ്. നഴ്സിംഗ് എന്ന് പറയുന്നത് തെളിവുകളെ അടിസ്ഥാനമാക്കിയുള്ള ഒരു പ്രൊഫഷനാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഏതൊരു റിസർച്ചിനും വിശ്വസനീയമായ ഒരു അടിത്തറ നൽകുന്നത് ഈ പ്രോസസ്സാണ്. ഇതാ നോക്കൂ, ഈ 5 സ്റ്റെപ്പുകളുള്ള ഫ്ലോ ചാർട്ടാണ് നമ്മുടെ ഇന്നത്തെ റോഡ് മാപ്പ്. ഇത് നിങ്ങളുടെ ലിറ്ററേച്ചർ റിവ്യൂ യാത്രയെ വളരെ എളുപ്പമുള്ളതാക്കും. അപ്പോ റെഡിയല്ലേ? നമുക്ക് ഓരോ സ്റ്റെപ്പിലൂടെയും ഒരുമിച്ച് മുന്നോട്ടു പോകാം. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം, അല്ലേ? നമ്മുടെ യാത്രയുടെ ആദ്യ സ്റ്റെപ്പിലേക്ക് കടക്കാം. നമുക്ക് ആവശ്യമുള്ള ശരിയായ വിവരങ്ങൾ എങ്ങനെ കണ്ടെത്താമെന്ന് നോക്കാം. സാധാരണയായി തുടക്കക്കാർക്ക് പറ്റുന്നൊരു അബദ്ധം എന്താണെന്ന് വെച്ചാൽ, അവർ വളരെ വിശാലമായ ഒരു വിഷയം തിരഞ്ഞെടുക്കും. ഉദാഹരണത്തിന്, കുട്ടികളിലെ വേദന എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ഏരിയയാണ്. അതിനു പകരം സർജറിക്ക് ശേഷമുള്ള കുട്ടികളിലെ വേദന കുറയ്ക്കാൻ നഴ്സുമാർക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന് ചോദിച്ചാൽ അത് കുറച്ചുകൂടി കൃത്യവും നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നതുമായി. ഇനി ഇതൊന്ന് ശ്രദ്ധിക്കണേ. നമുക്ക് കിട്ടുന്ന വിവരങ്ങളെ പ്രധാനമായും 2ആയി തരംതിരിക്കാം: പ്രൈമറി സോഴ്സസും സെക്കൻഡറി സോഴ്സസും. ഒരു റിസർച്ച് നടത്തിയ ആൾ തന്നെ നേരിട്ട് എഴുതുന്ന റിപ്പോർട്ടാണ് പ്രൈമറി സോഴ്സ്. ഇതാണ് ഏറ്റവും വിശ്വസനീയം. ആ പഠനത്തെക്കുറിച്ച് മറ്റൊരാൾ എഴുതുന്ന ആർട്ടിക്കിളോ പുസ്തകമോ ആണ് സെക്കൻഡറി സോഴ്സ്. അപ്പോ എവിടെ നിന്നാണ് ഈ വിവരങ്ങളൊക്കെ കിട്ടുക? അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചില ഡിജിറ്റൽ ടൂൾസാണ് ഈ കാണുന്നത്. CNIL, മെഡ്ലൈൻ, കോക്രൻ ലൈബ്രറി, സൈക്കിൻഫോ. ഇതൊക്കെ നഴ്സിംഗ് റിസർച്ചർമാരുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ്. ആയിരക്കണക്കിന് റിസൾട്ടുകൾക്കിടയിൽ നിന്ന് നമുക്ക് വേണ്ടത് മാത്രം കൃത്യമായി കണ്ടെത്താൻ ചില സൂത്രപ്പണികളുണ്ട്. അതിലൊന്നാണ് ആൻഡ്, ഓർ, നോട്ട് പോലുള്ള ബൂളിയൻ ഓപ്പറേറ്ററുകൾ. ഉദാഹരണത്തിന്, പെയിൻ ആൻഡ് ചിൽഡ്രൻ എന്ന് സെർച്ച് ചെയ്താൽ ഈ 2 വാക്കുകളുമുള്ള പഠനങ്ങൾ മാത്രം നമുക്ക് കിട്ടും. ഇത് നമ്മുടെ സമയം ഒരുപാട് ലാഭിക്കും. ഓക്കെ, അപ്പൊ നിങ്ങളുടെ കയ്യിൽ കുറേ ആർട്ടിക്കിൾസ് ഒക്കെ കിട്ടി. ഇനി എന്തു ചെയ്യും? ഈ പേപ്പറുകളുടെ കൂമ്പാരത്തെ എങ്ങനെ നമുക്ക് ശരിക്കും അറിവാക്കി മാറ്റാമെന്ന് നോക്കാം. ഓരോ പഠനവും കാര്യക്ഷമമായി വായിക്കാനും മനസ്സിലാക്കാനും ഒരു സിമ്പിൾ ടെക്നിക്കുണ്ട്. അതാണ് PQRS മെത്തേഡ്. ആദ്യം ഒന്ന് ഓടിച്ചു നോക്കി ഒരു ഐഡിയ ഉണ്ടാക്കുക, പ്രീവ്യൂ. പിന്നെ എന്ത് കണ്ടെത്താനാണ് വായിക്കുന്നതെന്ന് സ്വയം ചോദിക്കുക, ക്വസ്റ്റ്യൻ. ശേഷം ശ്രദ്ധയോടെ വായിക്കുക, റീഡ്. അവസാനം പ്രധാന പോയിന്റ്സ് കുറിച്ചുവെക്കുക, സമ്മറൈസ്. ഇവിടെയാണ് ഏറ്റവും നിർണായകമായ കാര്യം. നിങ്ങൾ മറ്റുള്ളവർ കണ്ടെത്തിയ കാര്യങ്ങൾ വെറുതെ ലിസ്റ്റ് ചെയ്യുകയല്ല വേണ്ടത്. പകരം നിങ്ങളൊരു ഡിറ്റക്റ്റീവിനെ പോലെ ചിന്തിക്കണം. പല പഠനങ്ങളിൽ നിന്നുള്ള ആശയങ്ങൾ തമ്മിൽ കണക്ട് ചെയ്ത് ഒരു പുതിയ വലിയ ചിത്രം ഉണ്ടാക്കണം. ഇനിയാണ് ശരിക്കുള്ള കളി. നമ്മൾ കണ്ടെത്തിയ കാര്യങ്ങളൊക്കെ എങ്ങനെ ഒരു കിടിലൻ പ്രൊഫഷണൽ ഡോക്യുമെന്റ് ആക്കി മാറ്റാം എന്ന് നോക്കാം. നമ്മുടെ അവസാന ഘട്ടമാണിത്. നിങ്ങൾ എഴുതുന്ന റിവ്യൂവിന് കൃത്യമായ ഒരു ഘടന വേണം. എന്തിനാണ് ഈ റിവ്യൂ എന്ന് പറയുന്ന ഒരു ഇൻട്രൊഡക്ഷൻ, നിങ്ങളുടെ കണ്ടെത്തലുകൾ വിശദീകരിക്കുന്ന ഒരു മെയിൻ ബോഡി, പിന്നെ എല്ലാത്തിന്റെയും ഒരു ചുരുക്കം നൽകുന്ന ഒരു കൺക്ലൂഷൻ. നിങ്ങളുടെ എഴുത്ത് ഓർഗനൈസ് ചെയ്യാനുള്ള ഒരു അടിപൊളി ഐഡിയയാണ് ഇത്. ഒരു ഇൻവേർട്ടഡ് പിരമിഡ് പോലെ ചിന്തിച്ചാൽ മതി. അതായത് പൊതുവായ കാര്യങ്ങളിൽ തുടങ്ങി പതിയെ പതിയെ നിങ്ങളുടെ റിസർച്ച് വിഷയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്പെസിഫിക്കായ പഠനങ്ങളിലേക്ക് വായനക്കാരനെ കൊണ്ടുപോകുക. ഒരു കാരണവശാലും മറക്കാൻ പാടില്ലാത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണത് റെഫറൻസിംഗ്. നിങ്ങൾ ഉപയോഗിച്ച ഓരോ സോഴ്സിനെക്കുറിച്ചും കൃത്യമായി രേഖപ്പെടുത്തണം. ഇതിലൊരു കോംപ്രമൈസും ഇല്ല. ഇത് നിങ്ങളുടെ ജോലിയുടെ വിശ്വാസ്യത ഉറപ്പാക്കും, കോപ്പിയടി അഥവാ പ്ലേജറിസം എന്ന വലിയ പ്രശ്നം ഒഴിവാക്കും.
നഴ്സിംഗിൽ സാധാരണയായി വാൻകൂവർ, APA എന്നിങ്ങനെ 2 പ്രധാന റെഫറൻസിംഗ് സ്റ്റൈലുകളാണ് ഉപയോഗിക്കാറ്. നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ഏത് സ്റ്റൈലാണ് നിർദ്ദേശിക്കുന്നതെന്ന് പരിശോധിച്ച് അത് മാത്രം സ്ഥിരമായി ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. പലരും വിചാരിക്കുന്നത് ലിറ്ററേച്ചർ റിവ്യൂ എന്നത് റിസർച്ച് തുടങ്ങുന്നതിന് മുൻപ് മാത്രം ചെയ്യേണ്ട ഒന്നാണെന്നാണ്. അതൊരു വലിയ തെറ്റിദ്ധാരണയാണ്. ഈ ചാർട്ട് കാണിക്കുന്നത് പോലെ ഇത് റിസർച്ചിന്റെ തുടക്കത്തിലും ഇടയ്ക്കും അവസാനത്തിലും തുടരേണ്ട ഒരു പ്രോസസ്സാണ്. അപ്പോ ചുരുക്കി പറഞ്ഞാൽ, നന്നായി ചെയ്യുന്ന ഒരു ലിറ്ററേച്ചർ റിവ്യൂ നിങ്ങളുടെ റിസർച്ചിന്റെ നട്ടെല്ലാണ്. അത് നിങ്ങളുടെ പഠനത്തിന് വിശ്വാസ്യത നൽകുന്നു. അതിലുപരി രോഗികൾക്ക് ഏറ്റവും മികച്ച പരിചരണം നൽകുന്നതിനുള്ള പുതിയ വഴികൾ കണ്ടെത്താനും നമ്മളെ സഹായിക്കുന്നു. അപ്പോ ഈ അക്കാഡമിക് എക്സസൈസിനപ്പുറം അതിന്റെ യഥാർത്ഥ ലക്ഷ്യത്തെക്കുറിച്ച് നമുക്കൊന്ന് ആലോചിക്കാം. നിങ്ങളുടെ ഈ ഗവേഷണം രോഗികളെ പരിചരിക്കുന്നതിൽ നിലവിലുള്ള ഏത് പ്രശ്നത്തിനാണ് ഒരു പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുന്നത്?